ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി എവൻഗേലിയോൻ വായിച്ചു കേട്ട ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. രണ്ടാമതൊരു വാക്യം കൂടി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന് 7 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. സെൻറ്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് ബിഗിനിങ് ഫ്രം 7. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണമൊന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിനെന്ന് പറഞ്ഞു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. പ്രാർത്ഥിക്കാം. എന്നുള്ളിലെന്നും വസിച്ചിടും മണ്ഡപം വീട്ടിറങ്ങി ഉന്നാഥനാം തങ്ക പ്രാവേ നീ നിന്നിൽ എന്നു മാധി വന്ന ഉന്നാഥനാം തങ്ക പ്രാവേ നീ വന്നിൽ എന്നു മാധി. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് മാർത്തോമാ സഭ ഭൂഭവനദാന പ്രസ്ഥാനം, ഹൗസ് ഫോർ ഹൗസ്ലെസ്, അതോർത്ത് പ്രാർത്ഥിക്കുകയും അതിനെ ഒരു പ്രാർത്ഥനാ വിഷയമായി വരും കാലങ്ങളിലേക്ക് ധ്യാനിക്കുകയുമൊക്കെ ചെയ്യുന്ന സമയമാണ് ഇന്നത്തെ ഞായറാഴ്ച. അതിനെക്കുറിച്ച് പ്രസംഗത്തിൻ്റെ പോയിൻ്റുകൾ വരുന്ന സമയത്ത് ഞാൻ പ്രസ്താവിച്ചുകൊള്ളാം. ഇന്ന് വായിച്ചതായിട്ടുള്ള 2 തിരുവചന ഭാഗം, ഒന്ന് എവൻഗേലിയോൻ ഭാഗം വായിച്ചതിൻ്റെ 40-ാമത്തെ വാക്യം, മറ്റൊന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലെ 7 മുതലുള്ള വാക്യം. ഇവ രണ്ടും യേശു കർത്താവുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഒന്ന് യേശു പറഞ്ഞ കാര്യമാണ്. എൻ്റെ ഈ ഏറ്റവും ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്തത് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ പിതാവിൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ശപിക്കപ്പെട്ടവരെ, എൻ്റെ പിതാവിൽ എന്തോ ഇല്ല, ശാപമില്ല. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ പിതാവിൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. സ്പർജൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്, ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബെനഡിക്ഷൻ. വേദപുസ്തകം സ്തുതികളുടെയും അനുഗ്രഹത്തിൻ്റെയും ആശീർവാദങ്ങളുടെയും പുസ്തകമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമാണ്. അതാണ് നമ്മളിന്ന് എവൻഗേലിയോനായി വായിച്ചു കേട്ട ഭാഗം. രണ്ടാമത് വായിച്ച ഭാഗം കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ്. പറഞ്ഞത് മാത്രമല്ല, പറയുന്നത് ചെയ്യുക കൂടി ചെയ്തിരിക്കുകയാണ്. മിക്കവാറും വർഷങ്ങളിലൊക്കെ ഈ മെയ് മാസം 1-ാം ഞായറാഴ്ച ഈ ദരിദ്രരെ കരുതുവാനായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എവൻഗേലിയോൻ വായിക്കുന്ന ഭാഗമാണ് ഞാൻ രണ്ടാമത് വായിച്ച ഭാഗം, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യം. ഇന്ന് ആ ഭാഗത്തെ അധികരിച്ചാണ് പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു കൂടുന്നിടത്തും, യേശു ഇരിക്കുന്നിടത്തും, യേശു യാത്ര ചെയ്യുന്ന സമയത്തും എല്ലാം ധാരാളം ആളുകൾ
കൂടാറുണ്ട്. നമ്മൾ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ആളുകളെ അകറ്റുമ്പോൾ യേശു ആളുകളെ ആകർഷിക്കുന്ന വ്യക്തിയാണ്. യേശു ആളുകളെ ആകർഷിക്കുന്ന വ്യക്തി മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. യേശുക്രിസ്തുവിൻ്റെ ഉപമകളും യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനകളും കൽപ്പനകളും, പ്രത്യേകിച്ച് ഏവൻഗേലിയൻ വായിക്കുന്ന ഭാഗങ്ങൾ, അത് കൂദാശകളിലെല്ലാം വായിക്കുന്ന ഏവൻഗേലിയൻ ഭാഗം, ഇതിൻ്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നുള്ളതാണ്. ദ തീം ഓഫ് ജീസസ് മിനിസ്ട്രി ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നുള്ളതാണ്. ആ ദൈവരാജ്യത്തിൻ്റെ ഘടനകളെക്കുറിച്ചാണ് ഇന്നത്തെ ഏവൻഗേലിയൻ ഭാഗത്തും രണ്ടാമത് ഞാൻ വായിച്ച ഭാഗത്തും എഴുതിയിരിക്കുന്നത്. ദരിദ്രന്മാരെ കരുതുക, പങ്കിടുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പാവങ്ങളുടെ പക്ഷം ചേരുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. യേശു ഒരു മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവിടെ ധാരാളം ആളുകൾ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കൂടാറുണ്ട്. പലസ്തീനിൽ യേശു പ്രസംഗിച്ച സ്ഥലത്ത് നമ്മൾ പോയാൽ ആ പ്രസംഗിച്ചതായിട്ടുള്ള ആ മൈതാനത്തോട് ചേർന്ന് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുമ്പിൽ ഒരു താഴ്വരയാണ്. അതിൻ്റെ താഴെ ഒരു നദീതീരമാണ്. ആ താഴ്വരയിൽ ധാരാളം കല്ലുകളുണ്ട്. ആ കല്ലുകൾക്ക് വലിയ എക്കോയാണ്. ആളുകൾ പറയുന്നത് മൈക്കില്ലെങ്കിലും ഇതിൻ്റെ എക്കോ കൊണ്ട് വളരെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരോളം പരിപോഷിപ്പിച്ചു. 2 മീനും കൊണ്ട് പരിപോഷിപ്പിച്ചു. അവസാനം 12 കൊട്ട നിറച്ചെടുത്തു എന്നാണ് ഈ കാണുന്നത്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സ്ഥലം മരുഭൂമിയല്ലോ. എന്നാൽ 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാവരും തിന്ന് തൃപ്തനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. 1989 മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഞാനന്ന് സെമിനാരിയിലെ വിദ്യാർത്ഥിയാണ്. റുമേനിയയിലെ ചെസസ്ക്യു എന്ന് പറയുന്ന ശേഷാധിപതിയായിട്ടുള്ള ഒരു ഭരണകർത്താവിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പട്ടാളക്കാർ അവിടെ മത്സരിക്കുകയാണ്. ഓരോ പട്ടാള മേധാവികാരും പറയുകയാണ്, ചെസസ്ക്യുവിനെ ഞാൻ വെടിവെച്ച് കൊല്ലാം. അങ്ങനെ അവർ നറുക്കിട്ട് അവസാനം ഒരു പട്ടാളക്കാരന് ആ നറുക്ക് വീണു. ചെസസ്ക്യുവിനെയും ഭാര്യയെയും വധിച്ച ശേഷം ആ വെടിയുണ്ട കണ്ണുകളിലൂടെ തുറച്ചു കയറി ആ കണ്ണുകൾ ചിതറിത്തെറിച്ച് വെളിയിലേക്ക് നീണ്ടു നിന്നു. അത് നോക്കിക്കൊണ്ട് പട്ടാളക്കാർ ആർത്തു വിളിച്ചു, അന്തിക്രിസ്തു ചത്തു, ആഹ്ലാദം അലതല്ലി എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് പേപ്പർ കട്ടിങ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ആ വാചകം കാണുകയുണ്ടായി. അന്തിക്രിസ്തു ചത്തു, ആഹ്ലാദം അലതല്ലി. ആൻറ്റി ക്രൈസ്റ്റ്, ദ ഫോഴ്സ് അഗൻസ്റ്റ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. തിന്മയുടെയും ചൂഷണത്തിൻ്റെയും അനീതിയുടെയും ഘടനകൾ എവിടെയുണ്ടോ അതൊന്നും ക്രിസ്തുവിൻ്റെ ഘടനകളല്ല, ആൻറ്റി ക്രൈസ്റ്റാണ്, ദ ഫോഴ്സ് അഗൻസ്റ്റ് ക്രൈസ്റ്റാണ്. യേശുക്രിസ്തുവിനെതിരെയുള്ള ആ ഒരു അനുഭവമാണ്, യേശുക്രിസ്തുവിനെതിരെയുള്ള ശക്തിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നിർജ്ജനമായ ഒരു പ്രദേശം, ധാരാളം ആളുകൾ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു. യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തനായ ഫിലിപ്പോസ് അവനോട് 200 പണത്തിന് അപ്പം മതിയാകയില്ല. നമ്മുടെ ഇന്നത്തെ കൊട്ടാരക്കര കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഇന്ന് ധാരാളം ഹോട്ടലുകളുടെ സമുച്ചയമൊക്കെയാണ് കൊട്ടാരക്കരയിൽ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തിരുമേനി പറയുകയാണ്, ഈ വന്ന എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് അസാധ്യമായൊരു കാര്യമാണ്. എന്നാൽ അതിന് സൗകര്യങ്ങളില്ലാത്ത മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുവാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അന്ത്രയോസ് യേശു കർത്താവിനോട് പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 യവത്തപ്പവും 2 മീനും ഉണ്ട്. 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പറയുകയാണ്. ആ ബാലകൻ്റെ അമ്മയുടെ അടുക്കള ദൈവിക രക്ഷാപദ്ധതിയുടെ ഭാഗമായി മാറി. ഇന്ന് ഈ ആരാധനയ്ക്കിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിലേക്ക് പോയി. അച്ഛൻ പറഞ്ഞു വിട്ടു, എന്താണ്? ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ത്രീയെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദിസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഏവരുമേ ഈ തീർത്ഥം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും പാപങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും.
ബലഹീനനും ഭാവിയുമായ അടിയാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായം ലഭിക്കാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും അടുത്ത ഞായറാഴ്ച ഈ പള്ളിയിൽ വിശുദ്ധ കുർബാന നടക്കണമെങ്കിൽ എന്താ വേണം? ജനങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മുടെ അടുക്കളയും നമ്മുടെ പ്രവർത്തന മേഖലകളുമെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളത് ഓർക്കണം. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ ഈ പറഞ്ഞ വാചകം കുറച്ചുകൂടെ മനസ്സിലായത് കോവിഡ് കാലത്താണ്. കുറച്ചുകൂടെ നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് നിർജ്ജനമായ പ്രദേശം അത് സമ്പൽ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ രഹസ്യം എന്താണ്? ഈ വിശുദ്ധ കുർബാനയുടെ രഹസ്യം എന്താണ്? നിങ്ങളെല്ലാവരും ശാന്തമായി ഇവിടെ ഇരിക്കുകയാണ്. ഇതാരെയും പേടിച്ചല്ല, എന്നാൽ അദൃശ്യനായ ഒരു ദൈവത്തിന് മുന്നിൽ പേടിച്ച് ഭക്തിയോടുകൂടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി ആശീർവാദം കഴിഞ്ഞാലേ നമ്മൾ എന്തെങ്കിലും ഒന്ന് മൊഴിയത്തുള്ളൂ. അതുവരെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്നുള്ളതാണ്. വി ഫീൽ ദി പ്രസൻസ് ഓഫ് ഗോഡ് ത്രൂ ദി വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ്. ആമേൻ. ആ സാന്നിധ്യം അനുഭവിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉറച്ചൊരു സ്തോത്രം ചെയ്യാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ആരാധനയിൽ ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തലവേദനയുടെ പ്രയാസങ്ങളിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലായിരുന്ന ചിലരെങ്കിലും ഇന്ന് ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മളെ എന്തോ ചെയ്യുകയാണ്? ഇന്ന് ആരോഗ്യത്തോടെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വേദപുസ്തകം എന്ന് പറയുന്നത് രൂപാന്തരത്തിൻ്റെ പുസ്തകമാണ്. യേശു തൊട്ടതും രൂപാന്തരം പ്രാപിച്ച ചരിത്രമാണ് വേദപുസ്തക ചരിത്രം എന്ന് പറയുന്നത്. 18 വർഷം കൂനിയായിരുന്ന സ്ത്രീ, ആ കൂന് മാറിയത് യേശുവിനെ തൊട്ട് മുഖാന്തരമാണ് അവളുടെ കൂന് മാറിയത്. ഇവളും അബ്രഹാമിൻ്റെ മകളാകൊണ്ട് ഇവൾക്ക് രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാക്കാണ് യേശുവോട് ഉപയോഗിക്കുന്നത്. 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ, 12 സംവത്സരങ്ങൾ രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് അവൾക്ക് സൗഖ്യം പ്രാപിച്ചു. യേശു തൊട്ടതും രൂപാന്തരം പ്രാപിച്ച ചരിത്രമാണ് വേദപുസ്തക ചരിത്രം. ഇന്ന് ആരാധനയ്ക്കിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളെയും സ്പർശിക്കുന്ന അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങൾ ഇന്ന് ഈ ആരാധനയിൽ എന്നെയും നിങ്ങളെയും സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥയാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, മറ്റുള്ളവരോട് ഷെയർ ആക്കാനാകാത്ത ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാകാം. അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങൾ എന്നെയും നിങ്ങളെയും തൊടുകയാണ് എന്നുള്ളത് നാം ഓർക്കണം. അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും ഇതെന്തുള്ളൂ എന്ന് ചോദിച്ചു. അത് വാങ്ങി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. യേശു എന്ത് ചെയ്തു? അത് അവൻ സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി നൽകി. വ്യവസ്ഥ പറയാതെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആരാധനയ്ക്ക് വരുമ്പോൾ ഒരിക്കലും വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് ആരാധനയ്ക്ക് വരുവാൻ ഇടവരരുത്. വ്യവസ്ഥ പറയാതെ കൊടുക്കുന്നിടത്താണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. റോബർട്ട് മോഫറ്റ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഒരു സാഹിബ്, അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ മീറ്റിങ്ങിൽ സേവയാസംഘത്തിൻ്റെ മീറ്റിങ്ങിലാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ, സൗത്ത് ആഫ്രിക്കയിൽ പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീകളുടെ മീറ്റിങ്ങാണ്. സ്ത്രീകൾ അത്രമാത്രം ഒരു ഉയർച്ചനേൽപ്പോ അവേഖനയോ ഒന്നും ഉണ്ടാകാത്ത കാലഘട്ടമാണ്. എന്നാൽ അവിടെ ആരും പ്രതികരിച്ചില്ല. എന്നാൽ ശനിയാഴ്ച വൈകുന്നേരം പള്ളിയിലെ പാട്ടിനെ പ്രാക്ടീസ് ചെയ്തതായിട്ടുള്ളൊരു ബാലകൻ, അവൻ തൻ്റെ ഓർഗൻ വായിക്കുകയായിരുന്നു. അവൻ ഈ റോബർട്ട് മോഫറ്റിൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് റോബർട്ട് മോഫറ്റിനോട് വന്ന് പറഞ്ഞു, സാറിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ആ സ്ത്രീകളുടെ സമാജത്തിൽ ഇത് പറഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സൈഡ് റൂമിലിരുന്നപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ താല്പര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെയുള്ള മനുഷ്യരെ തിന്നുന്നതായിട്ടുള്ള ആളുകളുടെ ഇടയിൽ, ആ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച, മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ വ്യക്തമായി തീർന്നതായിട്ടുള്ള ദൈവദാസനായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. വ്യവസ്ഥ പറയാതെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 5 അപ്പവും 2 മീനും വ്യവസ്ഥ പറയാതെ യേശുവിൻ്റെ അടുത്തേക്ക് കൊടുത്തപ്പോൾ അതിന് വലിയ രൂപാന്തരവും ശക്തിയും അവിടെ ലഭിക്കുകയാണ്. മാരാമൺ കൺവെൻഷന് വെള്ളിയാഴ്ച രാവിലെയും ശനിയാഴ്ച രാവിലെയും കോഴഞ്ചേരി പള്ളിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷ്ഠയുണ്ട്. 100 കണക്കിന് കുട്ടികൾ അവിടെ പ്രതിഷ്ഠ ചെയ്യാറുണ്ട്. എന്നാൽ എത്ര പേര് നിലനിൽക്കുന്നു എന്നുള്ളത് ഇന്ന് നാം തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരുപാട് പേര് പ്രതിഷ്ഠിക്കും, അച്ഛനാകാൻ വേണ്ടി പ്രതിഷ്ഠിക്കും. ചിലർ പ്രതിഷ്ഠിക്കും
ഒരു കുഴപ്പവും ആ മകൻ ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കോഴിയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കോഴിയൊക്കെ അടവെക്കുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ കോഴി അടവെക്കുമ്പോൾ 15 കോഴിക്കുഞ്ഞ് വിരിയും. അപ്പോൾ ഈ അമ്മമാർ നേരും ഈ 14 എണ്ണവും ഭംഗിയായി വളരുകയാണ്. 15ാമത്തെ എണ്ണത്തെ ഞാൻ എന്ത് ചെയ്യാം? പരുന്തെടുക്കാതെ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണത്തെ പള്ളി ലേലം വിളിക്കാൻ ഞാൻ കൊടുത്തേക്കാം എന്ന് പറയാം. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കണ്ടീഷനോടുകൂടി നേരുന്നതായിട്ടുള്ള അനുഭവം വ്യവസ്ഥ പറഞ്ഞ് ദൈവത്തിന് കൊടുക്കുന്നത് ഒരിക്കലും സ്വീകാര്യമായിട്ടുള്ളതല്ല. എന്നാൽ എന്നെയും നിങ്ങളെയും പൂർണ്ണമായി വ്യവസ്ഥ പറയാതെ ദൈവത്തെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നത്. ഞാനും നിങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്ന് സംബന്ധിക്കുമ്പോൾ വ്യവസ്ഥ പറയാതെ എൻ്റെയും നിങ്ങളുടെയും മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ ആ സമർപ്പണത്തെയാണ് ദൈവം വിലമതിക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ബോട്ടും വലയും മീനുമെല്ലാം ഉപേക്ഷിച്ച് വ്യവസ്ഥ പറയാതെ യേശുവിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടു. അവസാനം പിന്മാറിപ്പോയ സന്ദർഭങ്ങളിൽ നിസ്സഹായനായ യേശു നോക്കി നിൽക്കുകയല്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്, ടു ഫീഡ് മൈ ഷീപ്പ്. വ്യവസ്ഥ പറയാതെ യേശുവിനെ സമർപ്പിച്ചപ്പോഴാണ് ആ ശിഷ്യന്മാരിലൂടെ വൻ കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ ഇടവന്നത്. രണ്ടാമത്, യേശു അപ്പം എടുത്തിട്ട് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി പ്രാർത്ഥിച്ചു. പിന്നെന്ത് ചെയ്തു? നുറുക്കിക്കൊടുത്തു. ഒരു നുറുക്കപ്പെടൽ ആരാധനയിൽ ആവശ്യമാണ്. ഒരു തകർക്കപ്പെടൽ ആരാധനയിൽ ആവശ്യമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ, കുമ്പസാര പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ അച്ഛൻ അവസാനം പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സത്യമായും ആത്മാർത്ഥമായും ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞവരോട് ദൈവം ക്ഷമിച്ചിരിക്കുന്നു. വരികളുടെ ഇടയ്ക്കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, സത്യമല്ലാതെയോ ആത്മാർത്ഥം അല്ലാതെയോ പാപങ്ങളെ ഏറ്റുപറഞ്ഞവരോട്, വാഗൊണ്ട് മാത്രം പറഞ്ഞവരോട് ദൈവം ക്ഷമിച്ചിട്ടില്ല. സത്യമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞവരോട് ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഒരു തകർക്കപ്പെടൽ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ അഹന്ത തകർക്കപ്പെടണം, നമ്മുടെ അകം തകർക്കപ്പെടണം, നമ്മുടെ സ്വാർത്ഥത തകർക്കപ്പെടണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൊട്ടാരക്കര ഏരിയയിൽ പഴയ കാലത്ത് ഒരു കോളാമ്പിയുണ്ട്. അത് മൈക്കിൻ്റെ കോളാമ്പിയല്ല, പിന്നെ തുപ്പുന്ന കോളാമ്പി എന്നാണ് പറയുന്നത്. അത് കട്ടിലിൻ്റെ കീഴിലാണ് വെച്ചേക്കുന്നത്. അന്ന് തട്ടുകൂടിയൊക്കെയാണ്, കട്ടിലൊന്നുമില്ല. ആ തട്ടുകൂടിയുടെ കീഴിൽ വെച്ചേക്കും. അപ്പോൾ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും മുറുക്കിയിട്ട് തുപ്പുന്നതിനകത്താണ്. ഈ തുപ്പൻ കോളാമ്പി എന്ന് പറയുന്ന സാധനം അന്ന് ചില വീടുകളിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുപ്പൻ കോളാമ്പി നല്ലപോലെ സോപ്പിട്ട് കഴുകി അതിനകത്ത് പായസം ഒഴിച്ചാൽ നമ്മൾ കുടിക്കും? കുടിക്കത്തില്ല. പിന്നെന്താ വേണം? അത് ഉടച്ചു വാർക്കപ്പെടണം. ഞാനും നിങ്ങളും ഓരോ തുപ്പൻ കോളാമ്പികളാണ്. നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് വേണം? ഉടച്ചു വാർക്കപ്പെട്ട പുതിയ പാത്രങ്ങളായി തീരണം. ആ പുതിയ പാത്രങ്ങളായി തീരുമ്പോഴാണ് എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ, പ്രൈസ് ലോർഡ്. അപ്പോൾ ഞാൻ നിങ്ങൾ ആരാധനയ്ക്കിരിക്കുമ്പോൾ ഒരു തകർക്കപ്പെടൽ ജീവിതത്തിൽ ആവശ്യമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ അത് പ്രയോജനം, തനിയെ ഇരുന്നാൽ ഒരു പ്രയോജനവും ഇല്ല. നിലത്ത് വീണ് ചാകുന്ന ഗോതമ്പ് മണികളായി നമ്മൾ ഓരോരുത്തരും തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. 1990കളിൽ കേരളക്കരയെ പിടിച്ചു കുലയ്ക്കുക, 80കളിൽ 85 കാലഘട്ടത്തിൽ കേരളക്കരയെ പിടിച്ചു കുലിക്കുക ഒരു വലിയ സംഭവമായിരുന്നു മാർക്ക് തട്ടിപ്പ്. അതിൻ്റെ വിചാരണ നടത്തിയ ജഡ്ജിയുടെ പേരും അവിടെ വിചാരണയ്ക്ക് വിധേയപ്പെട്ടിരുന്ന പെൺകുട്ടിയുടെ പേരും ഞാൻ പറയുന്നില്ല, കാരണം ലൈവ് ഉള്ളതുകൊണ്ട് അവരെനിക്കെതിരെ കേസ് കൊടുത്ത് എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാൽ എ ഓർ ബി എന്ന് മാത്രം പറയാം. ഒരു ജഡ്ജിൻ്റെ മുമ്പാകെ, അക്രമസ്ഥനായ ഒരു ജഡ്ജിൻ്റെ മുമ്പാകെ +2 കഴിഞ്ഞ ഒരു പെൺകുട്ടി വിങ്ങിപ്പൊട്ടി കരഞ്ഞു. ആ ജഡ്ജ് ആ പെൺകുട്ടിയോട് ചോദിച്ചു, കുഞ്ഞേ, നീ എന്തിനാണ് കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഭീഷണി നേരിട്ടപ്പോൾ, എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ നിലനിൽക്കുവാനായിട്ട് വന്നപ്പോൾ 2 പൂജ്യവും 2ഉം ചേർത്ത് ഞാൻ മാർക്ക് ഇത്ര കൂട്ടി MBBSന് ഞാൻ അഡ്മിഷൻ വാങ്ങിച്ചു. ഓർക്കുന്നുണ്ടല്ലോ, മാർക്ക് തട്ടിപ്പ്, എറണാകുളവുമായി ബന്ധപ്പെട്ട മാർക്ക് തട്ടിപ്പാണ്. പേര് ഞാൻ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ പേര് എനിക്കറിയാം, ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അക്രമസ്ഥനായ ജഡ്ജ് ആ പെൺകുട്ടിയുടെ കണ്ണുനീര് കണ്ടിട്ട് ആ കോടതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മകളെ, നീ എന്തിനാണ് കരയുന്നത്? തകർക്കപ്പെടാത്ത, ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കാത്ത, മാന്യതയുടെ മൂടുപടമണിഞ്ഞ എത്രയോ ആളുകൾ ഈ കോടതിയിൽ വന്നിട്ട് പോയി. എന്നാൽ നീ
ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് അനുദപിച്ച് കരയുന്നത് കൊണ്ട് ഈ കോടതി നിന്നെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ ആരാധനയെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു ഉന്നതമായ നീതിപീഠത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ഞാനും നിങ്ങളും നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് തകർക്കപ്പെടുകയും നുറുക്കപ്പെടുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാൻ തക്കവണ്ണമുള്ള ഒരു യേശു കർത്താവിൻ്റെ മുന്നിലാണ് നാം ഇരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. മൂന്നാമത് യേശു പറഞ്ഞു, എന്താ പറഞ്ഞു? 5 അപ്പം കൊണ്ട് 5000 പേരെ പുരുഷന്മാരോളം പരിപോഷിപ്പിച്ചു, 2 മീനും കൊടുത്ത് തീർത്തു. എന്നിട്ട് പിന്നെന്താ പറഞ്ഞു? ഇത് ചുമ്മാതെ കിട്ടിയല്ലയോ, ചവിട്ടി മെതിക്കാം എന്ന് പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിൻ. 12 കൊട്ട നിറച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന, കല്യാണത്തിന് വയ്ക്കുന്ന ഒരു പ്ലേറ്റിന് 3000ഉം 5000ഉം 10000ഉം ഒക്കെ പണത്തിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടിയിരിക്കുകയാണ്. എല്ലാവർക്കും പ്ലഷറും ഷൂറും ഒക്കെയാണ്, ആർക്കും അങ്ങോട്ട് കഴിക്കാൻ വയ്യ. എല്ലാവർക്കും ഒരു 4 മണി ചോറോ എന്തെങ്കിലും ഒരു കറിയോ ആണ് താല്പര്യം. ഇതെല്ലാം അവസാനം എന്ത് ചെയ്യുകയാണ്? വീപ്പയെ കൊണ്ട് തട്ടുകയാണ്. ഇതെല്ലാം വേസ്റ്റാക്കി കളയുകയാണ്. എത്രയോ വേസ്റ്റുകളാണ് ഇന്ന് കൊണ്ട് കളയുന്നത് എന്നുള്ളത് ഓർക്കണം. ഞാൻ വടക്കേ ഇന്ത്യയിൽ കുറച്ച് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചു. ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജാംഷഡ്പൂർ, അതുപോലെ തന്നെ ബംഗാളിലെ 2 പള്ളി, ദുർഗാപൂർ, അസൻസോൾ എന്ന് പറയുന്ന പള്ളി, അവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചവറ്റുകൂനയിൽ കടിപിടി കൂടുന്ന കുറച്ച് ആളുകളെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലാന്മാരുടെ വീടുകളിൽ നിന്ന് ഭക്ഷ്യസഹായ ഉഷ്ണങ്ങളും വേസ്റ്റുമൊക്കെ ചവറ്റുകൊട്ടയിൽ വലിയ വലിയ വീപ്പക്കൂനയിൽ കൊണ്ട് കളയും. അവിടെ കുട്ടികൾ വന്ന് പറക്കും, വലിയവർ വന്ന് പറക്കും. പട്ടിക്ക് വേണ്ടിയത് പട്ടി പറക്കും, മനുഷ്യന് വേണ്ടിയത് മനുഷ്യൻ പറക്കും, മൃഗങ്ങൾക്ക് വേണ്ടിയത് മൃഗങ്ങൾ പറക്കും. ആഹാരത്തിന് വേണ്ടി, ഒരു പിടി ആഹാരത്തിന് വേണ്ടി, ഉച്ഛിഷ്ടത്തിന് വേണ്ടി കടിപിടിയിടുന്നതായിട്ടുള്ള ലോകത്തിൽ ജനിക്കപ്പെട്ടതായിട്ടുള്ള ജീവികൾ, സുബോധമുള്ളവരും സുബോധമില്ലാത്തവരുമായിട്ടുള്ള ആളുകൾ. എത്രയോ വേസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ബീഹാറിലെ ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. അവിടെ ജന്മദിന വിവാഹ വർഷമൊക്കെ നടക്കുമ്പോൾ അവിടെ അമ്പലത്തോട് ചേർന്നൊരു സത്രമുണ്ട്. ആ സത്രത്തിൽ ചോറൂണ് ക്രമീകരിക്കാറുണ്ട്. 3000 4000 രൂപ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ചിലവാക്കുന്ന പണം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 100-150 ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനായിട്ട് സാധിക്കും. ആഹാരത്തിൻ്റെ കൂടെ അത് കൈകൊണ്ടാണ് വരുന്നത്. ചോറ്, ഒരു പിടി ചോറ് ഒരു ഇലയ്ക്ക് കൊടുക്കുകയാണ്. ജോലി അന്വേഷിച്ച് കേരളക്കരയിൽ നിന്ന് വന്നിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരെ എനിക്കവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. 98-2001 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു കുത്തി ചോറ് അവർ വാങ്ങിക്കും, വലിയൊരു പാത്രം കൊണ്ടുവരും. അത് വാങ്ങിച്ചിട്ട് വൈകുന്നേരത്തൂടെ അവർ കഴിക്കും. ഉച്ചയ്ക്ക് കഴിച്ച ശേഷം വൈകുന്നേരത്തൂടെ അവർ ശേഖരിച്ച് വെക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ ജോലിക്ക് പോകുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ബീഹാറിലെ ആദിവാസികളായ ആളുകൾ, ദരിദ്രരായ സാഹചര്യങ്ങൾ വളരുന്ന ആളുകൾ, 100, 150, 250 ആളുകൾ വന്നാലും അവിടെ കൊടുക്കും. ആ ഒരു കുത്തി ചോറ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു കറിയേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സത്രത്തിൻ്റെ ഉടമസ്ഥനായ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഒരു കറി കൊടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഫാദറെ, ഒരുപാട് കറി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വേസ്റ്റാണ്. ചോറിനുണ്ടെന്നതിന് ഒരു കറി മതി, ബാക്കിയെല്ലാം വേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ 13 കൂട്ടം കൂട്ടാൻ, ചിലപ്പോൾ 30 കൂട്ടം എല്ലാം എടുത്തിട്ട് നമ്മൾ പറയും, ഇന്നൊന്നും ഉണ്ടാക്കിയില്ല, എല്ലാ ദിവസവും ഉണ്ടാക്കിയത് തന്നെ ഇതുള്ളത് എന്ന് പറയും. എത്രയോ വേസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം. ഇന്ത്യയിൽ പോഷകാഹാരമില്ലാതെയും പീഡന മുഖാന്തരവും മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണം ഒരു വർഷം 25 ലക്ഷം കുട്ടികളാണ്. ലോക ജനസംഖ്യയിൽ 1/5 കുട്ടികൾ ഇന്ത്യയിലാണ് എന്നുള്ളത് ഓർക്കണം. 2.5 മണിക്കൂറിൽ 16 വയസ്സിൽ താഴെയുള്ള ഒരാളെങ്കിലും ചൂഷണത്തിനും പീഡനത്തിനും വിധേയമാകുന്നുണ്ട്. 10 കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ശുദ്ധജലം ഇല്ല. 100 മില്യൺ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല ലോകത്തിൽ. 7 മില്യൺ കുട്ടികൾ തെരുവിലാണ് അന്തി ഉറങ്ങുന്നത്. വീടും കൂടും ഒന്നുമില്ലാതെ തെരുവിൽ അന്തി ഉറങ്ങുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, നഷ്ടമാക്കാതെ ശേഖരിപ്പാൻ നമുക്ക് സാധിക്കണം. ഇന്ന് സഭ ഭൂഭവനദാന പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. 1968 യൂഹാനൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ, ഭാഗ്യസ്മരണീയനായ യൂഹാനൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജന്മദിനത്തിന് ആവിഷ്കരിച്ചതായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഭൂഭവനദാന പ്രസ്ഥാനം. തിരുമേനിക്ക് 1.5 ലക്ഷം രൂപയുടെ അരമന ഉണ്ടാക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, അന്ന് 1.5 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1.5 കോടി രൂപയുടെ ഇതാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞു, എൻ്റെ മാർത്തോമാ സഭയിലെ ജനങ്ങൾ വീടില്ലാതെ ചെറ്റക്കുടിലുകളിൽ, ഓലക്കുടിലുകളിൽ ഒരു മടൽ ഓല വാങ്ങിച്ച് മേയാൻ സൗകര്യമില്ലാതെ കഴിയുമ്പോൾ
എനിക്ക് 1.5 ലക്ഷത്തിൻ്റെ അരമനയിൽ അന്തി ഉറങ്ങാൻ എനിക്ക് ഉറക്കം വരികയില്ല. അതുകൊണ്ട് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞു. തിരുമേനിയുടെ 75-ാം ജന്മദിനത്തിന് സ്റ്റാൻലി ജോൺസ് 75,000 രൂപ കൊടുത്തു. പിന്നെ ഒരു 75,000 രൂപ കൂടി 2,000 രൂപ വെച്ച് നൽകുവാനാണ് അന്നത്തെ തീരുമാനം. തിരുമേനി 1000 രൂപ കലവണ്ണിൽ ഉമ്മനച്ചനെ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ, വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ, ഫിലിപ്പോസ് തിരുമേനിയുടെ, മാർക്കിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമനസിൻ്റെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് 1000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് 1000-ആയും 10,000-10,000-ആയും വർദ്ധിക്കട്ടെ. ആമീൻ. 1000-ആയും 10,000-10,000-ആയും വർദ്ധിച്ചതാണ് 55 വർഷം കൊണ്ട് സഭയിൽ നിലനിൽക്കുന്ന ഭൂഭവനദാന പ്രസ്ഥാനം. ഏതാണ്ട് 8,820 ഭവനങ്ങൾ ഇപ്പോൾ പൂർത്തിയാകുവാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കാലം ചെയ്ത വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നവതി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് സഭയിൽ ധാരാളം വീടുകൾ നൽകുവാനായിട്ട് സാധിച്ചു. എളിയവനായ എനിക്ക് പറയുവാനായിട്ടൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാനന്ന് 2006-07 കാലഘട്ടത്തിൽ ദുബായിലെ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. അന്ന് 60,000 രൂപയാണ് ഒരു വീടിന് സഹായം നൽകുന്നത്. ഏതാണ്ട് 150ഓളം ഭവനങ്ങളുടെ പണം ദുബായിൽ നിന്ന് ശേഖരിച്ച് സക്കറിയാസ് മാർ തീയോഫിലോസ് സഫ്രാൻ മെത്രാപ്പൊലീത്ത തിരുമനസിനെ ഏൽപ്പിക്കാനായിട്ട് സാധിച്ചു. അവിടെ ചർച്ച് ബസാറിൽ നിന്ന് ലഭിച്ച 15 ലക്ഷം രൂപ തിരുമേനിയുടെ പ്രൊജക്റ്റിന് വേണ്ടി കൊടുക്കാൻ സാധിച്ചു. സക്കറിയാസ് തിരുമേനി കാലം ചെയ്തണം വരെ എന്നെ കാണുമ്പോൾ പറയും, അച്ഛൻ ആ സാഹചര്യത്തിൽ ഒരുപാട് സഹായങ്ങൾ നൽകി എന്നുള്ളത് ഓർക്കുകയാണ്. 100 കണക്കിന് ഭവനങ്ങൾ നമ്മുടെ മാർത്തോമാ സഭയിലെയും അല്ലാത്തതായിട്ടുള്ള ആളുകൾക്ക്, സഭയ്ക്ക് വെളിയിലുള്ള ആളുകൾക്കും നൽകുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നമ്മുടെ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പ്രൊജക്റ്റായിട്ട്, ജൂബിലി പ്രൊജക്റ്റായിട്ടാണ് അഭയം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 7.5 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഈ അഭയം പദ്ധതിയിലൂടെ 69 ഭവനങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. 47 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പതിരാസനാധ്യക്ഷനായിട്ടുള്ള തിത്തോസ് തിരുമേനി അച്ഛന്മാരുടെ മീറ്റിംഗെ വിളിച്ചു കൂട്ടിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഓരോ ഭവനങ്ങളുടെയും ലിസ്റ്റ് എടുക്കണം. വീടില്ലാത്തവരുടെ ഒരു ലിസ്റ്റ് എനിക്ക് നൽകണം. വീടില്ലാത്തവരായ ആരും നമ്മുടെ സഭയിലോ വെളിയിലോ നമ്മുടെ പരിസരത്തോ ഉണ്ടാകാൻ പാടില്ല. ഹൗസ് ഫോർ ഹൗസ്ലെസ് 1968 ആരംഭിച്ച സഭയുടെ വലിയൊരു പ്രൊജക്റ്റാണ് വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന ഭൂഭവനദാന പ്രസ്ഥാനം. ചവിട്ടി മെതിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ നഷ്ടമാക്കാതെ ശേഖരിപ്പാൻ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എവൻഗേലിയൻ വായിച്ച ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? എൻ്റെ ഏറ്റവും ചെറിയ വിരലൊരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് വേണ്ടി ചെയ്തിരിക്കും. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരോട് നമ്മുടെ മനോഭാവമാണ് സംസ്കാരം എന്ന് പറയുന്നത്. പല ആളുകളും ചോദിക്കും, കൾച്ചർ, നിനക്ക് കൾച്ചറുണ്ടോ എന്ന് ചോദിക്കും. എന്താണ് കൾച്ചർ? സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരോട് നമുക്കുള്ള മനോഭാവമാണ് സംസ്കാരം എന്ന് പറയുന്നത്. യേശു കർത്താവ് തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയിലൂടെ ഈ ഗിവിങ്ങിൻ്റെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും തടവിലുള്ളവരെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദവശം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നിർജ്ജനമായ പ്രദേശത്ത് മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ മാറ്റുവാൻ യേശു കർത്താവിന് കഴിയും. അവൻ്റെ കൈകളിലേക്ക് വ്യവസ്ഥ പറയാതെ നൽകണം. അവൻ്റെ കൈകളിൽ വ്യവസ്ഥ പറയാതെ കൊടുക്കുമ്പോൾ അവൻ നുറുക്കി നൽകും. നുറുക്കപ്പെടലിൻ്റെ അനുഭവം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പാനായിട്ട് സാധിക്കണം. നമ്മുടെ ഇടവകയിലും ഇടവകയ്ക്ക് വെളിയിലുമുള്ള ദരിദ്രമായി അനുഭവിക്കുന്ന സാഹചര്യങ്ങളുടെ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ വളരുന്ന ആളുകളുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് ഇന്നത്തെ ഈ ഞായറാഴ്ച. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ക്രിസ്ത്യൻ ഗിവിങ്ങിലും മറ്റുള്ളവരോടും പാവങ്ങളോടുമുള്ള നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നേക്ക് ചുമതലപ്പെട്ട ഒരാളിന് ചുരുക്കമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. വൻകൃപയിലെന്നെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ലാരിപ്പാന്തോട് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ മധ്യത്തിൽ കർത്താവെ പ്രശ്നങ്ങൾ ഏൽപ്പിക്കുന്നു.
വിശുദ്ധ കുർബാനയ്ക്കുള്ളതിനായിട്ട് തുടങ്ങിയിട്ടുള്ള കുമ്പസാര പ്രാർത്ഥനയ്ക്കായി അതാസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തിയുള്ള ബാബ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാവും ജനിച്ച് ഞങ്ങൾ